കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില മാസങ്ങൾക്ക് മുൻപ് ഡോക്ടർ സനീഷ് ക്ലാസ് എടുക്കാൻ വേണ്ടി സ്ഥലത്തില്ലായിരുന്ന ഒരു ക്ലാസ് ഞാൻ ഗലാത്യ ലേഖനത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. അതിന്റെ ഡീറ്റെയിൽസിൽ പോകാതെ പെട്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചത്, ദൈവിക വെളിപ്പാട് ഇല്ലാത്ത സ്ഥലത്ത് ഈ വിശ്വാസത്തിന് വിരോധമായ പല രീതിയിലുള്ള ഉപദേശങ്ങൾ തലപൊക്കുകയും കുറെ ആളുകളെ സ്വാധീനിക്കുകയും ചെയ്യും. ഗലാത്യയിൽ സംഭവിച്ചത് ഇതായിരുന്നു. അതിന്റെ കാരണം ഞാൻ ഓർപ്പിച്ചു. AD 33 പെന്തിക്കോസ്ത് നാളിൽ സഭായുഗം തുടങ്ങി. AD 35 ആയപ്പോഴത്തേക്കാണ് ആദ്യത്തെ ബുക്സ് എഴുതി തുടങ്ങിയത്. മത്തായിയുടെ സുവിശേഷമാണ് ആദ്യം എഴുതിയതെന്ന് ഞാൻ ഓർപ്പിച്ചു പോകട്ടെ. അതിന്റെ കൂടെ തന്നെ ഗലാത്യ ലേഖനം, മറ്റു പല ലേഖനങ്ങൾ എഴുതപ്പെട്ടു. യാക്കോബിന്റെ ലേഖനമല്ല ആദ്യം എഴുതപ്പെട്ടത് എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദറെ, ഇവിടെ ഞങ്ങളെ ഇത്രയും വർഷം പഠിപ്പിച്ചത് അതെല്ലാം സാറ് അതെല്ലാം ഡിനൈ ചെയ്യുവാന്നല്ലോ എന്ന്. ഡിനൈ ചെയ്യുവാണ്. അതിനൊരു കാരണമുണ്ട്. ഇതെല്ലാം ഈ പശ്ചാത്തലം കൂടെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 1800കളിൽ ലോകത്തിലുള്ള സർവ്വ സെമിനറീസും തിരുത്തൽവാദികളും അമിത കൃത്തിപ്പുകാരും ടേക്ക് ഓവർ ചെയ്തു. അങ്ങനെ നടക്കാറുണ്ടോ? യെസ്, നടക്കാറുണ്ട്. അവർ വിശുദ്ധ തിരുവെഴുത്തിനെ എതിർക്കുവാൻ വേണ്ടി നൂറുകണക്കിന് സിദ്ധാന്തങ്ങൾ, തിയറീസ് കൊണ്ടുവന്നു. അതിലൊന്നാണ് ആദ്യത്തെ സുവിശേഷം മർക്കോസ് ആയിരുന്നു, ആദ്യത്തെ ലേഖനം യാക്കോബായിരുന്നു. ഇതിനൊന്നും യാതൊരു തെളിവില്ല. തെളിവുള്ളത് ആദ്യം മത്തായി എഴുതിയെന്ന് തന്നെയാണ്. എന്നാൽ ഇവർ, ഈ അമിത കൃത്തിപ്പുകാരെ, ഈ സിദ്ധാന്തങ്ങൾ സ്പ്രെഡ് ചെയ്തതിന്റെ പുറകെ അവരുടെ ചില നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ആളുകള് ഈ നിഗൂഢ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാതെ അത് അതുപോലെ അങ്ങ് അംഗീകരിച്ചു. ഇന്ന് ഈ നിഗൂഢ ലക്ഷ്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ഏത് പുസ്തകങ്ങൾ ആദ്യം എഴുതി എന്നുള്ളതിനെ കുറിച്ച് ധാരാളം തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓർപ്പിക്കുന്നത്, AD 35 ആയപ്പോഴത്തേക്ക് മത്തായിയുടെ സുവിശേഷവും ഗലാത്യ ലേഖനവും എഴുതപ്പെട്ടു. എന്നാൽ ഗലാത്യ ലേഖനം എഴുതി ഗലാത്യ വിശ്വാസികളുടെ കൈകളിൽ സ്പ്രെഡ് ഞാൻ 35 എന്നാണ് പറഞ്ഞത്. മത്തായി AD 35 എഴുതപ്പെട്ടു. ഗലാത്യ ലേഖനം AD ഏകദേശം 40 ആയപ്പോഴത്തേക്ക് എഴുതപ്പെട്ടു. പെട്ടെന്ന് 2:35 ഞാൻ പറഞ്ഞുപോയി. ഈ 33ന്റെയും 40ന്റെ ഇടയ്ക്ക് ഒരു 7 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ 7 വർഷത്തെ ഗ്യാപ്പില് നൂറുകണക്കിന് സഭകൾ സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ഈ സഭകൾക്ക് പുതിയ നിയമ ഉപദേശങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി ആവശ്യത്തിന് ആളുകളുമില്ലായിരുന്നു, ആവശ്യത്തിന് വിശുദ്ധ ഗ്രന്ഥങ്ങളും ഇല്ലായിരുന്നു. പഴയ നിയമത്തിൽ നിന്ന് ഡിഫറന്റ് ആണ് പുതിയ നിയമ ഉപദേശങ്ങൾ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പെട്ടെന്ന് ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ടു എന്നുള്ളതിന് സംശയമില്ല. എന്നാലും ഗലാത്യ ലേഖനം കൈകൊണ്ട് എഴുതി, അത് കഴിഞ്ഞ് അത് കോപ്പി ചെയ്ത് ഗലാത്യയില് ഗലാത്യ പ്രദേശത്ത് ഒന്നിലധികം സഭകൾ ഉണ്ടായിരുന്നു, അവിടെ എല്ലാം എത്തി. അത് കഴിഞ്ഞ് ഒറിജിനലിൽ നിന്ന് വിശ്വാസികൾ കോപ്പി ചെയ്ത് അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി അത് വായിച്ച് പഠിക്കാൻ കുറച്ച് ടൈം എടുത്തു. അങ്ങനെ ഒരു വെളിപ്പാടും വിശ്വാസികളുടെ കയ്യിൽ ആ വെളിപ്പാട് എത്തുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പുള്ള ആ പീരീഡില് ആ അറിവില്ലായ്മയെ ദുർവിനിയോഗം ചെയ്ത് പല രീതിയിലുള്ള തെറ്റായ ഉപദേശങ്ങൾ ദൈവജനത്തിന്റെ മധ്യേ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ആളുകൾ ട്രൈ ചെയ്യാറുണ്ട്. ഗലാത്യയിൽ അത് സംഭവിച്ചു. ഇക്കാര്യം ഞാൻ വളരെ ഡീറ്റെയിലിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചല്ലോ. ഗലാത്യ വിശുദ്ധ പൗലോസ് പോയി സുവിശേഷം പ്രസംഗിച്ച ഏറ്റവും ആദ്യത്തെ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. ഗലാത്യയിൽ ധാരാളം സഭകളുണ്ടായി. ഈ സഭകൾ പുതിയ നിയമ സന്ദേശം മനസ്സിലാക്കി ആ പുതിയ നിയമ സന്ദേശത്തിനനുസരിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ആളുകളുടെ ഇടയ്ക്ക് ഇഗ്നറൻസ്, അറിവില്ലായ്മ വളരെ അധികം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൃപയുടെ സന്ദേശത്തിന്റെ കൂടെ ന്യായപ്രമാണത്തിന്റെ സന്ദേശം കൂടെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ട്രൈ ചെയ്തത്. ഇങ്ങനെ ശരിയായ ഉപദേശത്തിന്റെ കൂടെ തെറ്റായ ഉപദേശം കൂട്ടിക്കലർത്തുവാൻ വേണ്ടി അവർ പല രീതിയിലുള്ള ടെക്നീക്സ് ഉപയോഗിച്ചു. ഫോർ എക്സാമ്പിൾ, നമ്മുടെയൊക്കെ പിതാക്കന്മാർ പഴയ നിയമം ആചരിച്ചു വന്നതല്ലേ, അത് വിശുദ്ധ വേദമല്ലേ, അതിനെ എങ്ങനെയാണ് തള്ളിപ്പറയുന്നത്? അതുകൊണ്ട് ഇതിന്റെ കൂടെ അതുകൂടെ ആചരിക്കേണ്ടത് ആവശ്യമാണ്. അവർ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തത്, ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവർ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തത് പരിച്ഛേദനയാണ്. പരിച്ഛേദന എങ്ങനെയാണ് നമ്മൾ തള്ളി പറയുന്നതെന്നും പറഞ്ഞ് പരിച്ഛേദന ആവശ്യമാണെന്ന്
അവർ വളരെയധികം എംഫസൈസ് ചെയ്തു. ഇവിടെ മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ ഏതെങ്കിലും കാരണം കൊണ്ട് പഠിപ്പിക്കപ്പെടാതിരുന്നാൽ ദുരുപദേഷ്ടാക്കന്മാർ ടേക്ക് ഓവർ ചെയ്യും. എത്രയും വേഗം ടേക്ക് ഓവർ ചെയ്ത് ദുരുപദേശം പഠിപ്പിക്കും. നമ്മുടെ ഇടയ്ക്ക് തന്നെ ബൈബിൾ മാത്രമാണ് ദൈവവചനം, സോളാ സ്ക്രിപ്ചറ എന്നുള്ള ഉപദേശം ഒരു ശകലം ഒന്ന് ലൂസ് ആയപ്പോഴത്തേക്ക് വേദങ്ങളിലും ഗോസ്പലുണ്ട്, പുരാണങ്ങളിലും ഗോസ്പലുണ്ട്, ഖുരാനിലും ഗോസ്പലുണ്ട്, പേർഷ്യൻസിന്റെ മതത്തിലും ഗോസ്പലുണ്ട്, ലോകത്തിലുള്ള ടാവോ ഷിൻറ്റോ എല്ലാത്തിലും ഗോസ്പലുണ്ടെന്ന് പലർ പഠിപ്പിച്ചു തുടങ്ങിയിരുന്നു. ഇവിടെ ഒരു 50 മേളിൽ പ്രായമുള്ള സഹോദര സഹോദരിമാർക്ക് ഓർമ്മയുണ്ടായിരിക്കും, 30 വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ മാത്രമേ വെളിപ്പാടുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ ഒരു സീരീസ് എഴുതിയായിരുന്നു. അന്ന് എനിക്ക് മലയാളം അറിയത്തില്ലായിരുന്നു. ഡോക്ടർ സനീഷ് അറിയാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതൊരു വലിയൊരു ക്യാമ്പയിനായി മാറിയായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഒരു ചേഞ്ച് വന്നത്. എന്നാൽ ആ സമയത്ത് ബൈബിളിൽ മാത്രമേ ദൈവവചനം ഉള്ളൂ എന്നുള്ള ഉപദേശം പഠിപ്പിക്കുന്ന ഒരു ശകലം ഒന്ന് ലൂസായപ്പോഴത്തേക്ക് ബൈബിളിന്റെ പുറത്ത് വെളിപ്പാടുണ്ടെന്ന് ആളുകൾ പഠിപ്പിച്ചു തുടങ്ങി. അത് ഞാൻ നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരു സംഭവമായതുകൊണ്ട് എടുത്തു പറയാൻ കാരണം, ഏത് സഭയില് ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശം പഠിപ്പിക്കുന്ന കാര്യത്തിൽ സഭാ നേതൃത്വം ലൂസാകും അല്ലെ ആകുന്നു, അവിടെ ദുരുപദേശം കടന്നു വരും. ഈ ദുരുപദേഷ്ടാക്കന്മാർ വളരെ ക്രമീകൃതമായിട്ടാണ് അവരുടെ ദുരുപദേശം സ്പ്രെഡ് എന്ന് ഞാൻ ഓർപ്പിക്കും. വേദപുസ്തകം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പുതിയ വിശ്വാസികളെ വേദപുസ്തകം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. വേദപുസ്തകത്തിന്റെ ഉപദേശം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതില്ലാത്തതിന്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയട്ടെ. ഇന്ന് കേരളത്തിൽ നിന്ന് 100 കണക്കിന് സഹോദരന്മാർ വടക്കേ ഇന്ത്യയിൽ പോയി സുവിശേഷം പ്രഖ്യാപിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്ന് ആളുകൾ രക്ഷയിൽ വന്ന്, അങ്ങനെ രക്ഷയിൽ വരുന്ന ആളുകളെ രായ്ക്ക് രാമായണ ഉപദേശിമാരാക്കി, അവരെ വേദോസ്തവം പഠിപ്പിക്കുന്നതിന് അവരെ അങ്ങ് ഉപദേശിമാരാക്കുവാണ്. അവർക്ക് വേദോസ്തവത്തിന്റെ ABCD അറിയത്തില്ല. അതുകൊണ്ട് അവരിൽ കൂടെ മാർഗം കൂടുന്ന ആളുകൾക്ക് രക്ഷിക്കപ്പെടുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് വടക്കേ ഇന്ത്യയിൽ മാർഗം കൂടുകയാണ് കൂടുതൽ. അങ്ങനെയുള്ള നല്ല ശതമാനം ആളുകൾ അവരുടെ വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള പ്രാക്ടീസസ് വിട്ടിട്ടില്ല. വടക്കേ ഇന്ത്യയിലെ സുവിശേഷകന്മാർ പലര് വാട്സാപ്പ് ഗ്രൂപ്പ്സിലുണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുട്ടികളുള്ള സുവിശേഷകന്മാര് കുട്ടികളെ അവരവരുടെ കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുന്നതോ കുട്ടികളുടെ മാത്രം ഫോട്ടോഗ്രാഫ് ഉണ്ട്. നിങ്ങൾ അതൊന്ന് എൻലാർജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, കുട്ടിക്ക് കണ്ണ് വെക്കാതിരിക്കാൻ വേണ്ടി കുട്ടിയുടെ ഇവിടെയോ എവിടെങ്കിലും ഒരു കറുത്ത ഒരു ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സുവിശേഷകന്മാരാണ്. എന്നാൽ ഇന്നും ആ പ്രാകൃത വിശ്വാസങ്ങളിൽ പെട്ടു നിൽക്കുന്നു. കാരണം അവരെ വേർപാട് വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്ന മലയാളി സുവിശേഷകന്മാർ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം അവരെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് അവർ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപുണ്ടായിരുന്ന പ്രാകൃത വിശ്വാസത്തിൽ ഇന്നും അവർ തുടരുന്നു. അങ്ങനെ തുടരുന്ന ഈ വടക്കേ ഇന്ത്യയിലെ സുവിശേഷകന്മാർ, മാർഗം കൂട്ടുന്ന ആളുകൾ, അവർക്ക് വേദപുസ്തകത്തിന്റെ ABCD അറിയത്തില്ല. വിഗ്രഹാരാധനയും യേശുദേവന്റെ ആരാധനയും ഒരുപോലെ അവരുടെ വീടുകളിൽ തുടരുന്നു. വിശ്വാസികൾ ഈ വിഷയം മനസ്സിലാക്കി നമ്മിൽ സുവിശേഷ വേലയിൽ സക്രിയമായിരിക്കുന്നവരും സുവിശേഷകന്മാരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ സുവിശേഷം പ്രഖ്യാപിക്കുന്നിടത്ത്, രക്ഷയുടെ അനുഭവത്തിൽ വരുന്നിടത്ത് അടിസ്ഥാന ഉപദേശം പഠിപ്പിച്ചിരിക്കണം എന്ന് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യണം. ചെയ്താൽ പോലും റിസൾട്ട് ഉണ്ടാകത്തില്ല എളുപ്പം, എന്നാലും നമ്മൾ ചെയ്തിരിക്കണം എന്ന് ഓർപ്പിക്കട്ടെ. ഇതായിരുന്നു ഗലാത്യയിലുള്ള പ്രോബ്ലം. ഗലാത്യയിൽ രക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്, മാർഗം കൂടുകയല്ല, രക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഈ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ലിഖിത രൂപത്തിൽ കൊടുക്കാൻ ഒന്നുമില്ലായിരുന്നു. പൗലോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അവരെ കൂടുതലും കാര്യങ്ങൾ പഠിപ്പിച്ചത്. പൗലോസിനെ ഈ എല്ലാ സഭകളിലും പോയി ടീച്ച് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. ഇന്നുള്ള രീതിയിലുള്ള റെക്കോർഡിംഗ് സംവിധാനങ്ങൾ ഇല്ലായിരുന്നു, ടെലിഫോൺസ് ഇല്ലായിരുന്നു. ആ വിശ്വാസികളുടെ മധ്യയുള്ള അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് പരിച്ഛേദന പഠിപ്പിക്കുന്ന ആളുകൾ അവരെ എല്ലാം ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് ഗലാത്യ ലേഖനത്തിന്റെ
പശ്ചാത്തലം. ഞാൻ എന്തുകൊണ്ട് ഗലാത്യ ലേഖനം തിരഞ്ഞെടുത്ത് എന്നുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനു മുൻപ് ഞാൻ ഹിന്റ് ചെയ്തിട്ടുണ്ട്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിലെ 4 ബുക്സ് കമ്പൽസറിലി പഠിപ്പിച്ചിരിക്കണം. നമ്മളില് ബൈബിൾ സ്റ്റുഡൻസ് വളരെ ക്രമീകൃതമായിട്ട് പഠിക്കണം എന്ന് മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്യണം. ഒന്ന്, ഉത്പത്തി പുസ്തകം. മനുഷ്യ സൃഷ്ടിയും മനുഷ്യൻ പാപത്തിൽ വീണ വിവരവും രക്ഷിതാവിനെ കുറിച്ചുള്ള പ്രോമിസും ദൈവം ആ രക്ഷിതാവിനെ ഈ ലോകത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി എങ്ങനെ ഒരു കുടുംബത്തെ തെരഞ്ഞെടുത്തെന്നും ആ കുടുംബം എങ്ങനെ വലിയൊരു ജാതിയായി തീർന്നെന്നും ഈ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയെയും പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി, ക്രിസ്തു ഈ ലോകത്തിൽ വരാതിരിക്കുവാൻ വേണ്ടി ഈ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബത്തെയും ജാതിയെ നശിപ്പിക്കുവാൻ വേണ്ടി സാത്താൻ എന്തെല്ലാം ചെയ്തു എന്നുള്ള വിഷയങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് ഉത്പത്തി വായിച്ച് പഠിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. പലർക്ക് ഉത്പത്തിയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പ്രത്യേകിച്ച് വിശ്വാസത്തിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളവർ. അവരെ ഈ പുസ്തകം ക്രമീകൃതമായിട്ട് ചാപ്റ്റർ ബൈ ചാപ്റ്റർ വാക്യപ്രതിവാക്യം പഠിപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന പല സഹോദര സഹോദരിമാർ വേദപുസ്തകം തന്നെത്താനെ വളരെ ക്രമീകൃതമായിട്ട് പഠിക്കുന്നവരാണല്ലോ. അവർ ഉത്പത്തി തീർച്ചയായിട്ടും വാക്യപ്രതിവാക്യം പഠിച്ചിരിക്കണം. ഉത്പത്തിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ വാക്യപ്രതിവാക്യം ഒരു ബുക്ക് ഞാൻ മലയാളത്തിൽ കണ്ടില്ല. ഇംഗ്ലീഷിൽ ധാരാളം ബുക്സ് ഉണ്ട്. അതിൽ എക്സ്പോസിറ്ററി ആയിട്ടുള്ള ബുക്സ് സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. മലയാളത്തിൽ എത്രയും വേഗം വരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും ഡോക്ടർ സനീഷും കൂടെ ഉത്പത്തിയെക്കുറിച്ച് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഗലാത്യ ലേഖനം എഴുതി തുടങ്ങിയിട്ടുണ്ട്. ടാസ്ക് വളരെ അധികമാണ്. എന്റെ ആണെങ്കിൽ ഹെൽത്ത് ഡീജനറേറ്റ് ആയി തുടങ്ങി. ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ആദ്യമേ പഠിക്കേണ്ടത് ഉത്പത്തി. അത് കഴിഞ്ഞ് പഠിക്കേണ്ട ഗ്രന്ഥമാണ് ഗലാത്യ ലേഖനം. കാരണം ന്യായപ്രമാണ യുഗം കഴിഞ്ഞുപോയി. ന്യായപ്രമാണം കഴിഞ്ഞുപോയില്ല, ന്യായപ്രമാണ യുഗം കഴിഞ്ഞുപോയി. ഇന്ന് നാം കൃപായുഗത്തിലാണ് ജീവിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗലാത്യ ലേഖനത്തിലാണ്. അത് കഴിഞ്ഞ് പഠിക്കേണ്ടതാണ് യൂദായുടെ ലേഖനം. ഒറ്റ ഒരു അധ്യായമേ ഉള്ളെങ്കിലും അതിലുള്ള വസ്തുതകൾ അത് വളരെ അധികമാണ്. ഞാനും ഡോക്ടർ സനീഷും കൂടെ യൂദായുടെ ലേഖനത്തെക്കുറിച്ച് ഇംഗ്ലീഷില് ഒരു പഠനം റിലീസ് ചെയ്തിട്ടുണ്ട്. 330 പേജാണ്. വെറും 24-25 വാക്യങ്ങളുടെ പഠനം, 330 പേജ്. എന്തുകൊണ്ട്? അത്രയധികം വസ്തുതകൾ ആ ഒറ്റ ഒരു ലേഖനത്തിലുണ്ട്. അത് കഴിഞ്ഞ് വളരെ പീസ്ഫുള്ളി കുത്തിയിരുന്ന് അറ്റ്ലീസ്റ്റ് ഒരു വർഷം പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് റോമാലേഖനം. ന്യായപ്രമാണവും വിശ്വാസവും തമ്മിലുള്ള അന്തരം, അല്ലെ കൃപായുഗം തമ്മിലുള്ള അന്തരം മാത്രമല്ല, വിശ്വാസത്താലെയുള്ള നീതീകരണം എന്നുള്ള വിഷയത്തെ ഏറ്റവും വ്യക്തമായിട്ട് പ്രസന്റ് ചെയ്തു. വിശ്വാസത്താലെയുള്ള നീതീകരണം എന്നുള്ള വിഷയം വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിലേ കൃപായുഗം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഉത്പത്തി, ഗലാത്യ ലേഖനം, യൂദായുടെ ലേഖനം, റോമാലേഖനം, ഇത് 4 എല്ലാ വിശ്വാസികളും പഠിച്ചിരിക്കണം. നിങ്ങളിൽ ബൈബിൾ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ പഠിപ്പിച്ചിരിക്കണം. ഇത് പഠിപ്പിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ രക്ഷയിലേക്ക് നയിക്കുന്നതിന് പകരം വെറും മാർഗം കൂട്ടുകയുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാമും കാരിസ്മാറ്റിക്സും തമ്മിൽ ഒരന്തരമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഓർപ്പിക്കട്ടെ. അടുത്തയിടയ്ക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതാണെന്നും പറഞ്ഞ് സഭയുടെ കമന്റേഷൻ കൊണ്ട് വന്ന 4 ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്നതാണ്. സുവിശേഷകന്മാരാകാൻ പോവാണ്. സുവിശേഷകന്മാരാകാൻ വേണ്ടി അവരെ ഇങ്ങോട്ട് കമന്റ് ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാണ് ഈ രക്ഷ എന്താണെന്ന് അവർ ചോദിച്ചു തുടങ്ങിയത്. അങ്ങനെ രക്ഷയുടെ സന്ദേശം അവരെ പഠിപ്പിച്ച് രക്ഷയിലേക്ക് നയിച്ച് അടുത്ത ഇടയ്ക്ക് ഒരു ബൈബിൾ സ്കൂളിൽ 4-5 കുട്ടികളെ സ്നാനപ്പെടും. ഇതിന്റെ എല്ലാം കാരണം ദൈവവചനം പഠിപ്പിക്കുന്നതിന് പകരം ഇന്ന് വടക്കേ ഇന്ത്യയിലുള്ള പല സുവിശേഷകന്മാർ, നോൺ മലയാളി സുവിശേഷകന്മാർ, ആളുകളെ രക്ഷയിലേക്ക് നയിക്കുന്നതിന് പകരം ആളുകളെ മാർഗം കൂട്ടുകയാണ്. എന്നിട്ട് അവരെ പറഞ്ഞ് ബൈബിൾ സ്കൂൾസിൽ വിടുകയാണ്. അതിന് ഉത്തരവാദികൾ മലയാളികളായ നാമാണ്. മലയാളികളായ നാം വടക്കേ ഇന്ത്യയിൽ ചെന്നിട്ട് ദൈവവചനം വേണ്ട രീതിയിൽ
പഠിപ്പിച്ചില്ല. അതിൻ്റെ പരിണിതഫലം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. സോ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഞാനിവിടെ ഓർപ്പിക്കും. ഗലാത്യ ലേഖനത്തിൽ 6 അധ്യായങ്ങളാണ്. ഇത് വാക്യപ്രതിവാക്യം അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരിക്കും. എന്നാൽ അതിനു മുൻപ് ഒരു വിഹക വീക്ഷണം ആവശ്യമാണ്. നിങ്ങൾ ഇത് നോട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഈ വിഹക വീക്ഷണം BTI എന്നും പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും BTI ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ എനിക്ക് എഴുതണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ നമ്പർ കമന്റ് ബോക്സിൽ സഹോദരന്മാരാരെങ്കിലും പോസ്റ്റ് ചെയ്യും. ആ നമ്പറിൽ നിങ്ങൾ എഴുതിയാൽ നിങ്ങളെ BTI ഗ്രൂപ്പിൽ ചേർക്കാം. ദൈവം അനുവദിച്ചാൽ ഈ വിഹക വീക്ഷണം നിങ്ങളിൽ എല്ലാവരുടെയും കയ്യിൽ ലിഖിത രൂപത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഡയറിയിൽ ഉണ്ടെങ്കിൽ മുന്നോട്ട് പഠിക്കാൻ, ഈ വാക്യപ്രതിവാക്യം പഠിക്കാൻ അത് വളരെ സഹായകരമായിരിക്കും. ഡോക്ടർ സനീഷ് എന്റെ നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ. ഈ വിഹക വീക്ഷണം ഞാൻ BTI ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നാൽ ഒരു ക്ഷമാപണം, ഇത് ഇംഗ്ലീഷിലാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഹെൽത്ത് ക്രൈസിസും പിന്നെ അതിന്റെ ഇടയ്ക്ക് മിനിസ്ട്രി, എല്ലാത്തിന്റെ ഇടയ്ക്ക് വേണ്ടത്ര സമയം കിട്ടുന്നില്ല. ടൈപ്പ് ചെയ്യാൻ ഇംഗ്ലീഷ് സൗകര്യം, അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് ഞാൻ ഇത് ടൈപ്പ് ചെയ്ത്. എന്നാൽ ആ ഗ്രൂപ്പിൽ ടെക്സ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളത് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. 100% ആക്യുറേറ്റ് ആയിരിക്കത്തില്ല, എന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു 90% ആക്യുറേറ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ക്ഷമാപണം ചെയ്യുന്നു. ഞാൻ ഇടയ്ക്ക് എൻ്റെ നോട്ട്സ് പോസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന പോർഷൻ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 2 കാരണം. ഒന്ന്, നിങ്ങളുടെ ഓൺ പഠനത്തിന് വേണ്ടി. 2, ഈ ഔട്ട്ലൈൻ ഉപയോഗിച്ച് നിങ്ങളിൽ ആരെങ്കിലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് എൻ്റെ കോപ്പിറൈറ്റ് ഒന്നുമല്ല, ഇത് ദൈവവചനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ച് പഠിപ്പിക്കണം തന്നെ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഔട്ട്ലൈൻസ് മലയാളത്തിലൂടെ എഴുതി തയ്യാറാക്കാൻ വേണ്ടി സമയം ലഭിച്ചില്ല. എന്നെ ക്ഷമിക്കണം, എൻ്റെ ലിമിറ്റേഷൻസ് ക്ഷമിക്കണം. ഇത് കോപ്പി ചെയ്ത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ മലയാളത്തിൽ ലഭിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. 6 അധ്യായത്തിൽ 1-ാം അധ്യായം നമ്മളെ ഓർപ്പിക്കുന്നത് ഈ ഗലാത്യയിൽ പൗലോസിൽ കൂടെ ദൈവാത്മാവ് പ്രസന്റ് ചെയ്തത് ഇതൊരു മാനുഷ സന്ദേശമല്ല, ഇതൊരു ദൈവീക സന്ദേശം. അതിന്റെ കാരണങ്ങളൊക്കെ, അല്ലെങ്കിൽ ദൈവിക സന്ദേശം എങ്ങനെയെന്ന് മനസ്സിലാക്കണം, എങ്ങനെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിന്റെ കാരണമൊക്കെ നമ്മളത് വാക്യപ്രതിവാക്യം പഠിക്കുമ്പോൾ വ്യക്തമാകും. എന്നാൽ ആദ്യത്തെ അധ്യായം ഓർപ്പിക്കുന്നത് ഈ ദുരുപദേഷ്ടാക്കന്മാർ നിങ്ങളെ വന്ന് പഠിപ്പിച്ച് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉപദേശങ്ങൾ മാനുഷ ഉപദേശമാണ്. എന്നാൽ കൃപയുടെ സന്ദേശം ഗലാത്യയിൽ എത്തിയത് അത് മാനുഷ സന്ദേശമല്ല, അതൊരു ദൈവിക സന്ദേശമാണ്. അതാണ് അധ്യായം 1-ന്റെ സമ്മറി, രത്ന ചുരുക്കം. 2-ാമത്തെ അധ്യായത്തിൽ കൃപയുടെ സന്ദേശത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. കൃപയുടെ സന്ദേശം എന്ത്? ഇത് ന്യായപ്രമാണത്തിൽ നിന്ന് ഉള്ള അന്തരം എന്ത്? കൃപയുടെ സന്ദേശം എന്തുകൊണ്ട് ശരിയായ, ഈ കൃപായുഗത്തിൽ കൃപയുടെ സന്ദേശം എന്തുകൊണ്ട് അതാണ് ശരിയായ സന്ദേശം. അത് കുറെ കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്നതാണ് അധ്യായം 3. അധ്യായം 3-ല് ന്യായപ്രമാണത്തെയും കൃപയും കൂടെ തുലനം ചെയ്ത് കുറേയേറെ കമ്പാരിസൺ, ഈ തുലനം ചെയ്ത് ദൈവാത്മാവ് ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള അന്തരം 3-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ 3-ാം അധ്യായത്തിൽ ന്യായപ്രമാണം കൃപയും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കി കഴിഞ്ഞിട്ട് കൃപയുടെ സന്ദേശത്തിൽ കൂടെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെ നീതീകരണവും രക്ഷയും മറ്റ് ധാരാളം കാര്യങ്ങൾ പ്രാപിച്ച ആളുകൾ യേശുക്രിസ്തുവിന്റെ ദൈവമക്കളും ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ അതിന് ഉള്ള എക്സാക്ട് മലയാളം പെട്ടെന്ന് കിട്ടുന്നില്ല. heirs through Christ. We are sons and heirs through Christ. Sanish, what is the best മലയാളം? അവകാശികൾ. താങ്ക് യു. അപ്പം നമ്മൾ യേശുക്രിസ്തുവിനെ കൃപയിൽ കൂടെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ആ കൃപയിൽ കൂടെ നീതീകരണവും രക്ഷയും പ്രാപിച്ച് നമ്മൾ ക്രിസ്തുവിൽ കൂടെ അവകാശികളുമാണ്. ക്രിസ്തു അവകാശിയായതുകൊണ്ട് ക്രിസ്തുവിൽ കൂടെ നാമും അവകാശികളാണ്.
ഇതാണ് അധ്യായം 4 പഠിപ്പിക്കുന്നത്. 4 ആദ്യത്തെ 3 അധ്യായത്തിലുള്ള ഉപദേശത്തിന്റെ പരിണിത ഫലം നാം മനസ്സിലാക്കുന്നു. പഴയ നിയമത്തിൽ ന്യായപ്രമാണ യുഗത്തിൽ രക്ഷ വിശ്വാസത്തിൽ കൂടെ തന്നെയായിരുന്നു. റോമാലേഖനം വ്യക്തമായിട്ട് അക്കാര്യം പറയുന്നു. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കാക്കപ്പെട്ടു. ന്യായപ്രമാണ യുഗത്തിൽ രക്ഷ വിശ്വാസത്തിൽ കൂടെ ആയിരുന്നെങ്കിലും ന്യായപ്രമാണ യുഗത്തിൽ പരിശുദ്ധാത്മ സ്നാനമോ ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുകയോ ദൈവത്തിന്റെ മക്കളായി തീരുകയോ ക്രിസ്തുവിൽ കൂടെ അവകാശികളായി തീരുകയോ ഇങ്ങനൊരു കാര്യം ഇല്ലായിരുന്നു. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ന്യായപ്രമാണ യുഗത്തിന്റെ പ്രത്യേകത പറയുകയും ഇത് ന്യായപ്രമാണ യുഗമല്ല എന്ന് വ്യക്തമാക്കുകയും അങ്ങനെ വ്യക്തമാക്കി കഴിഞ്ഞ് 4-ാം അധ്യായത്തിൽ ഈ അന്തരത്തിന്റെ കാരണം കൊണ്ട് ഇന്ന് നാം എന്ത് ആയി തീർന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കും. അത് കഴിഞ്ഞ് അടുത്ത 2 അധ്യായങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ ഉപദേശ പശ്ചാത്തലത്തിൽ ശ്രദ്ധയോടെ പഠിക്കേണ്ട 2 അധ്യായങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ സനീഷ് ഇടയലേഖനങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഇടയനായ യേശു ക്രിസ്തുവും ആ ക്രിസ്തു സഭയിൽ ഇടയന്മാരായി അപ്പോയിന്റ് ചെയ്ത ആളുകളുടെ ഇടയ മനോഭാവത്തെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഗലാത്യ ലേഖനത്തിന് നല്ലൊരു പശ്ചാത്തലമായിട്ടൂടെ വന്നിട്ടുണ്ട്. അത് അതിൽ തന്നെ ഒരു ഡിഫറൻറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും ഗലാത്യ ലേഖനത്തിന് അത് നല്ലൊരു പശ്ചാത്തല. കാരണം സഭായുഗം തുടങ്ങിയ കാലം തൊട്ട് സഭായുഗം തുടങ്ങിയതോടെ പഴയ നിയമത്തിലെ ആ പുരോഹിത വ്യവസ്ഥയെ ദൈവം ഇല്ലാതെയാക്കി. എന്നാൽ പുതിയ നിയമത്തിൽ സഭയെ നയിക്കുവാൻ വേണ്ടി ദൈവം ധാരാളം ഇടയന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. സഭാമൂപ്പന്മാര് മാത്രമല്ല ഇടയന്മാരെന്നുള്ള കാര്യം ഇവിടെ ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. സഭാമൂപ്പന്മാർ ഇടയന്മാരാണ്. എന്നാൽ പല ലെവലിലാണ് പുതിയ നിയമത്തിൽ ദൈവ ഇടയന്മാരെ ആക്കിയത്. ഇളയ സഹോദരന്മാർക്ക് മുകളിൽ സീനിയർ സഹോദരന്മാരെ ഇടയന്മാരുടെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇടയന്മാരെന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റർ എന്നല്ല അതിന്റെ അർത്ഥം. ശുശ്രൂഷകൾ, അവരെ ശുശ്രൂഷിക്കുന്നവർ എന്നാണ് അർത്ഥം പുതിയ നിയമം. അപ്പം പുതിയ നിയമസഭയിൽ ദൈവം പല ലെവലില് ഇടയന്മാരെ വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് ദൈവവചനം പറയുന്നത് അത് സ്ത്രീയെ ഡൗൺഗ്രേഡ് ചെയ്യുകയല്ല. ഒരു കുടുംബത്തിൽ തന്റെ ഭാര്യയും തന്റെ മക്കളെയും ദൈവവചനം പഠിപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി പിതാവിനും ഭർത്താവിനുമാണ്. അങ്ങനെ പിതാവും ഭർത്താവുമായ വ്യക്തി തന്റെ ഇടയ ശുശ്രൂഷ കുടുംബത്തിൽ ചെയ്യണം എന്നാണ് ഓർപ്പിച്ചത്. വേദപുസ്തകത്തിലെ ലേഖനങ്ങൾ നാം ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ ഉപദേശത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ലേഖനങ്ങളും ഇടയ മനോഭാവത്തെക്കുറിച്ചും ഇടയ ശുശ്രൂഷയെക്കുറിച്ചും പറയുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായവും 6-ാം അധ്യായവും ആ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് വേർപാടുകാരായ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമാണ്. അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. വേർപാട് പ്രസ്ഥാനം ഇംഗ്ലണ്ടിൽ തുടങ്ങിയത് ഏകദേശം 175 പരം വർഷങ്ങൾ മുൻപാണ്. കേരളത്തിൽ 125 വർഷങ്ങൾ. കേരളത്തിലെ വേർപാട് പ്രസ്ഥാനവും ഇംഗ്ലണ്ടിലെ വേർപാട് പ്രസ്ഥാനവും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഹിസ്റ്റോറിക്കലി യാതൊരു ബന്ധമില്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ബ്രിട്ടീഷേഴ്സ് അല്ല കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത്. കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങാൻ കാരണം തമിഴ് ഡേവിഡ് എന്നും പറഞ്ഞ ഒരു വ്യക്തിയാണ് ദൈവം എടുത്ത് വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചത്. ആ തമിഴ് ഡേവിഡ് ഗോസ്പൽ പ്രീച്ച് ചെയ്ത ആ ഗോസ്പൽ കേട്ട് 6 സഹോദരന്മാർ കുമ്പനാട്ട് ഒന്നിച്ച് ആദ്യമായിട്ട് ദൈവത്തെ ആരാധിച്ചു. ഓപ്പൺ വർഷിപ്പ്. അങ്ങനെയാണ് കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത്. ബ്രിട്ടീഷ് വേർപാട് പ്രസ്ഥാനമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നെന്ന് പറഞ്ഞു പോകട്ടെ. ഇനി ഇംഗ്ലണ്ടിൽ 175 വർഷങ്ങൾക്ക് മുൻപ് വേർപാട് പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് ഇംഗ്ലണ്ടിന്റെ കൾച്ചർ അതൊരു പ്രത്യേക കൾച്ചറായിരുന്നു. ചെന്നായ്ക്കളുടെ കൾച്ചർ. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദറെ അങ്ങനെ പറയാം. യെസ്, ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ട് ലോകം മുഴുവൻ കൊള്ളയടിച്ചാണ് റിച്ച് ആയത്. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കും. ഒരു രാഷ്ട്രം റിച്ച് ആകുന്നത് എങ്ങനെ? ഒരു രാഷ്ട്രം റിച്ച് ആകുന്നത് 2 രീതിയിലാണ്. ഒന്ന്, കൃഷിയിൽ കൂടെ. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പൊ റഷ്യ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രം. ലോകത്തിൽ ഏറ്റവും അധികം ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രമായിരുന്നു. അങ്ങനെയാണ് ആ രാഷ്ട്രം റിച്ച് ആയത്. മറ്റൊന്ന്
ഇൻഡസ്ട്രീസ്. ഇംഗ്ലണ്ട് ഒരു ചെറിയ രാഷ്ട്രമായതുകൊണ്ട് കൃഷി അവർക്ക് റീച്ച് ആകാൻ പര്യാപ്തമല്ലായിരുന്നു. ഒരു ചെറിയ രാഷ്ട്രമായതുകൊണ്ട് അവരുടെ ഇൻഡസ്ട്രി അവരെ ധനികരാക്കാൻ വേണ്ടി പര്യാപ്തമല്ലായിരുന്നു. അതിന്റെ കാരണം കൊണ്ട് അവർ അവരുടെ നേവി ഉപയോഗിച്ച് ലോകം മുഴുവൻ പോയി ആഫ്രിക്ക തൊട്ട് ജാവ, സുമാത്ര വരെയുള്ള രാഷ്ട്രങ്ങളെ വഞ്ചനാപൂർവമായി കയ്യിലാക്കി. അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഒന്ന് വായിക്കേണ്ടതാണ്. നിങ്ങളിൽ ആരെങ്കിലും ശശി തരൂറിന്റെ ബുക്സ് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ശശി തരൂർ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് വായിക്കുന്നത് വളരെ പ്രയോജനമായിരിക്കും. 300 വർഷങ്ങൾക്ക് മുൻപ് വളരെ വഞ്ചനാപൂർവമായിട്ട് ലോകം മുഴുവൻ ചെന്നായ്ക്കളെ പോലെ ആഫ്രിക്ക തൊട്ട് ജാവ, സുമാത്ര വരെയുള്ള രാഷ്ട്രങ്ങളെ വളരെ വഞ്ചനാപൂർവമായിട്ട് പിടിച്ച് കയ്യിലാക്കി ഈ രാഷ്ട്രങ്ങളെ കൊള്ളയടിച്ചാണ് ബ്രിട്ടൻ ലോകത്തിലെ ഒരു ധനിക രാഷ്ട്രമായി മാറിയത്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനോഭാവത്തെ സ്വാധീനിക്കും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മുടെ മനോഭാവത്തെയും, നമ്മുടെ മനോഭാവം നാം എന്ത് ചെയ്യുന്നു അതിനെ സ്വാധീനിക്കും. അപ്പൊ ഈ ചെന്നായുടെ മനോഭാവമുള്ള ഇംഗ്ലണ്ടിൽ വേർപാട് പ്രസ്ഥാനം 175 വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അധികം താമസിക്കാതെ ആ സഭയിൽ ദൈവം യൂസ് ചെയ്ത ആളുകൾ തമ്മില് കടിച്ചു കീറി തുടങ്ങി. ഒരുത്തൻ മറ്റവനെ മുടക്കി, മറ്റവൻ ആദ്യത്തെ അവനെ മുടക്കി. ആക്ച്വലി വേർപാട് സഭയുടെ ചരിത്രം, ഇംഗ്ലണ്ടിലുള്ള വേർപാട് സഭയുടെ ചരിത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സൈഡിൽ ഉപദേശവും ഒരു സൈഡിൽ കടിച്ചു കീറലും, ഇത് രണ്ടുമാണുള്ളത്. കേരളത്തിൽ വേർപാട് സഭ 125 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയത് ദൈവാത്മാവിന്റെ ഒരു സ്വതന്ത്ര പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനത്തിൽ കൂടെ വന്ന സഭകള് സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ അന്ന് കേരളം പട്ടിണിയായിരുന്നു. ഈ 125 വർഷങ്ങൾക്ക് മുൻപ് ഈ സഭകളിലൊക്കെ പോയിട്ടുള്ള അപ്പച്ചന്മാരൊക്കെ വെറും കൗബീനം ഉടുത്തോണ്ടായിരുന്നു പോകുന്നതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അമ്മച്ചിമാരൊക്കെ ജസ്റ്റ് ഒരു ചട്ടയും മുണ്ടും ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. പലര് അയലോക്കത്തുള്ള ചേടത്തിയുടെ ചട്ടയും മുണ്ടും വാങ്ങിച്ചിട്ടായിരുന്നു സഭായോഗത്തിന് പോകുന്നത്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദറിന് ഇതൊക്കെ എങ്ങനെ അറിയാം? അതിന് കാരണമുണ്ട്. കുമ്മരാട്ട് കൂടി 6 വ്യക്തികളിലൊന്ന് എൻ്റെ വലിയ വല്യപ്പനായിരുന്നു. എനിക്ക് 10 വയസ്സായപ്പോഴാണ് വലിയ വല്യപ്പൻ മരിച്ചത്. അങ്ങനെ വലിയ വല്യപ്പനിൽ നിന്നും ഫസ്റ്റ് ഹാൻഡ് ഹിസ്റ്ററി ഞാൻ ഇത് കേട്ടിട്ടുള്ളതാണ്. എത്രയോ വിശ്വാസികൾ അവർക്ക് വസ്ത്രം ഇല്ലാത്തതുകൊണ്ട് അയലോക്കത്തു നിന്നുള്ളവരുടെ കയ്യിൽ നിന്ന് വസ്ത്രം വാങ്ങിച്ചായിരുന്നു സഭായോഗത്തിന് പോകുന്നത്. അങ്ങനെ നമ്മൾ വളരെ പാവപ്പെട്ടവരും ഭക്ഷണത്തിന് പോലും സൗകര്യമില്ലാത്ത ആളുകളായിരുന്നത് അത് കണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് മിഷണറീസിന്റെ വലിയൊരു ഇറക്കുമതി ഇവിടെ ഉണ്ടായി. ഈ മിഷണറീസ് കാശും കൊണ്ട് വന്ന് ഇവിടെയുള്ള ധാരാളം ആളുകളെ ഈ കാശിന്റെ പവറിൽ കയ്യിലാക്കി കേരളത്തിലെ വേർപാട് പ്രസ്ഥാനത്തെയും സായിപ്പിന്റെ ആ ചെന്നായുടെ അതേ ആറ്റിറ്റ്യൂഡ് പഠിപ്പിച്ചു. അതിന്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് ഇന്ന് നമ്മളെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വേറെ ഒരു പ്രസ്ഥാനം കൂടെ തുടങ്ങിയിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേര് വിയോജിത പ്രസ്ഥാനം എന്നായിരുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ നായകൻ കെ വി സൈമൺ സാറായിരുന്നു. കെ വി സൈമൺ സാറ് വേർപാടുകാരൻ അല്ലായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വേർപാട് പ്രസ്ഥാനത്തിൽ സുവിശേഷകന്മാർ ഏറെ വിശ്വാസത്തോടെ ജീവിച്ചെങ്കിൽ വിയോജിത പ്രസ്ഥാനത്തിൽ സൈമൺ സാറിന്റെ കൂടെയുള്ള സുവിശേഷകന്മാർക്ക് ശമ്പളമായിരുന്നു. ശമ്പളം കൊടുക്കാൻ വിഷമമായപ്പോൾ കെ വി സൈമൺ സാറ് ബാപ്റ്റിസ്റ്റുമായിട്ട് അങ്ങ് ചേരാമെന്ന് തീരുമാനിച്ചു. ഇതറിഞ്ഞപ്പോൾ കുമ്പനാട്ട് സുവിശേഷ വേല ചെയ്തിരുന്ന നോയൽ സാഹിബിന്റെ മദാമ, അവര് നമ്പർ 1 ആയിരുന്നു, ഒരു ചെന്നായായിരുന്നു. അവര് ഉടനെ ആളയച്ച് കെ വി സൈമൺ സാറിനോട് പറഞ്ഞു, ഇനി വേർപാടിലോട്ട് ചേർന്നാ മതി, ശമ്പളം ഞങ്ങൾ തരാം. അങ്ങനെ കെ വി സൈമൺ സാറ് സായിപ്പിന്റെ കൂടെ ചേർന്ന് മദാമ സൈമൺ സാറിന്റെ കൂടെയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ സൈമൺ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു വലിയ ഗ്രൂപ്പ് ചർച്ചസ് അവരുടെ കൈക്കീഴിലാക്കി കഴിഞ്ഞ് ഈ ചർച്ചസിൽ ഇംഗ്ലണ്ടുകാരെ പരസ്പരം കടിച്ചു കീറുന്ന അതേ സ്വഭാവം ഈ സായിപ്പുമാര് ക്രിയേറ്റ് ചെയ്തു. നോയൽ സായിപ്പ് ക്രിയേറ്റ് ചെയ്തില്ല, ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോഴത്തേക്ക് മറ്റ് സായിപ്പുമാരും വന്നു കഴിഞ്ഞായിരുന്നു. എവൻച്വലി വേർപാടിൽ ആദ്യത്തെ സ്പ്ലിറ്റ്, ആദ്യത്തെ കടിച്ചുകീറലുണ്ടായി. കുമ്പനാട്ട് കൂടി 6 പേരിൽ ഒരാളായിരുന്നു കുമ്പനാട്ടച്ഛൻ. കുമ്പനാട്ടച്ഛനും സൈമൺ സാറും തമ്മിൽ വലിയ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. സൈമൺ സാറ് സായിപ്പ് പക്ഷക്കാരനായിട്ട് നിന്നു, കുമ്പനാട്ടച്ഛൻ ഇന്ത്യ പക്ഷക്കാരനായിട്ട് നിന്നു. എവിടുന്ന് വന്നിത്? സഹോദരന്മാരുടെ ഇടയ്ക്ക് ഈ വിഭജനം എങ്ങ് വന്നു? ഇംഗ്ലണ്ടിൽ ചെന്നായ്ക്കളായിട്ട് ജീവിച്ച സായിപ്പുമാര് ഇന്ത്യയിൽ വന്ന്
അതുപോലെ ഇംഗ്ലണ്ടിലെ ബ്രദറൻ സഭകളിൽ ചെന്നായ്ക്കളെ പോലെ ബിഹേവ് ചെയ്ത സായിപ്പുമാര് ഇന്ത്യയിൽ വന്ന് ഇവിടെ സഹോദരന്മാർക്ക് കാശ് കൊടുത്ത് സഹോദരന്മാരെ സ്വാധീനിച്ച് അതേ മനോഭാവം പഠിപ്പിച്ചു. കേരള വേർപാടിന് സംഭവിച്ച ഏറ്റവും വലിയ ശാപമായി തീർന്നു. അത് ഈ അച്ചാറ് പഴകും തോറും ഗ്യാസ് കൂടുന്നത് പോലെ ഈ കടിച്ചു കീറൽ അത് ഇങ്ങനെ സമയം കഴിഞ്ഞതോടെ ഇന്ന് നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഏത് സഭയിൽ ചെന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു സഹോദരനെയോ സഹോദരിയോ ദൈവം വളരെയധികം ഉപയോഗിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ ആരെങ്കിലും ഒരാൾ വേദോസം ശരിയായിട്ട് അറിയത്തില്ല, വേദോസം വായിക്കാൻ അറിയത്തില്ല എന്നാരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ പറഞ്ഞ് ആളിനെ ഇല്ലായ്മ ചെയ്യും. ഇത് എവിടുന്ന് വന്നു? വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് വന്നതല്ല. ഇത് ലോകമെമ്പാടുമുള്ള മനുഷ്യരെ കൊള്ളയടിച്ച് സമ്പന്നരായ സായിപ്പിന്റെ കൾച്ചറിൽ നിന്ന് അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ വേർപാടുകാരുടെ ഇടയ്ക്ക് വന്ന് പാകിയ വിഷവിത്താണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ വിഷയം വ്യക്തമായിട്ട് മനസ്സിലാക്കി സഹോദരനെ കടിച്ചീറുന്ന മനോഭാവം അത് ദൈവത്തിൽ നിന്നല്ല, അത് കൊള്ളക്കാരായ സായിപ്പിൽ നിന്ന് നമ്മുടെ മധ്യേ വന്നതാണെന്നുള്ള മനസ്സിലാക്കി നമ്മിൽ ഓരോ വ്യക്തി വളരെ താഴ്മയോടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതാണ് വിശുദ്ധ തിരുവഴുത്തിന്റെ ഉപദേശം. അതാണ് ഗലാത്യ ലേഖനം 5-ലും 6-ലും കാണുന്നത്. ഗലാത്യർ 5-ാം അധ്യായം പറയുന്നത്, കൃപായുഗത്തിൽ നിങ്ങൾക്ക് ദൈവാത്മാവിന്റെ സ്നാനം ലഭിച്ചു, ദൈവാത്മാവിന്റെ നിറവ് ലഭിച്ചു, അതുകൊണ്ട് ദൈവാത്മാവിന്റെ നിറവിൽ ജീവിക്കണം. ഈ കടിച്ചുകീറൽ ശുശ്രൂഷ ദൈവാത്മാവിന്റെ നിറവിലുള്ള ശുശ്രൂഷയല്ല. അത് റോമാലേഖനം 7-ാം അധ്യായത്തിനനുസരിച്ച് ജഡത്തിന്റെ ശുശ്രൂഷയാണ്. നമ്മുടെ ഇടയ്ക്ക് ജഡത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഇത്രയധികം സ്ഥാനം ലഭിച്ചത് ബേസിക്കലി അതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കി ഇനിയുമെങ്കിലും നമ്മിൽ ഓരോരുത്തര് ദാസ മനോഭാവത്തോടെ ജീവിക്കണം. ദൈവവചനം ഓർപ്പിക്കുന്നത് നമ്മിൽ ഓരോരുത്തരും ദാസ മനോഭാവത്തോടെ ജീവിക്കണം എന്നാണ്. 6-ാം അധ്യായം ഓർപ്പിക്കുന്നത്, ഗലാത്യ ലേഖനം 6-ാം അധ്യായം ഓർപ്പിക്കുന്നത് നമ്മിൽ ഓരോ വ്യക്തി മറ്റുള്ളവരുടെ ഭാരം വഹിക്കണം. 5 ഓർപ്പിക്കുന്നത് ആത്മാവിന്റെ നിറവിൽ ജീവിക്കണമെങ്കിൽ 6-ാം അധ്യായം ഓർപ്പിക്കുന്ന മറ്റുള്ളവരുടെ ഭാരം ചുമക്കുന്ന വ്യക്തികളായി തീരണം. അപ്പൊ ആ 5-ഉം 6-ഉം നമ്മളെ ഓർപ്പിക്കുന്ന നമ്മിൽ ഓരോ വിശ്വാസിക്കും ദൈവം ഒരു ഇടയ ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. സഭയിലെ മൂപ്പന്മാർക്ക് മാത്രമല്ല, അവർക്ക് ഇടയ ശുശ്രൂഷ പ്രത്യേക രീതിയിൽ ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും ഇടയ ശുശ്രൂഷ. ആരാണ് ഇടയൻ? കുഞ്ഞാടിനെ മേയിക്കുന്നവൻ. ആരാണ് കുഞ്ഞാട്? കർത്താവ് പറഞ്ഞ ഒരു ഉപമയിൽ നിന്നത് മനസ്സിലാക്കുക. ആരാണ് എൻ്റെ അയൽക്കാരൻ? എൻ്റെ ഹെൽപ്പ് വേണ്ട വ്യക്തി എൻ്റെ അയൽക്കാരനാണ്. അതുപോലെ എൻ്റെ സഭയിൽ എൻ്റെ കെയർ, എൻ്റെ സഹായം, എൻ്റെ എൻകറേജ് വേണ്ട ആളാണ് എനിക്ക് ഒരു കുഞ്ഞാടായിട്ട് ദൈവം വെച്ചിരിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു ഇടയനായിട്ട് നിൽക്കുവാൻ ദൈവം എന്നെ സഹായിക്കണം. ഇന്ന് വേർപാട് സഭയില് ഏതെങ്കിലും ഒരു സഭയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സഭയെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ 3 ഗ്രൂപ്പാണ്, 4 ഗ്രൂപ്പാണ്, 5 ഗ്രൂപ്പാണ്. സഭകളിലൊക്കെ പോയി ശുശ്രൂഷിക്കാൻ വിഷമമായിരിക്കുന്ന കാലമാണ്. വിവാഹത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പോയി ശുശ്രൂഷിക്കാൻ വിഷമമാണ്. വൈ? കാരണം നമ്മിൽ ഓരോ വ്യക്തിയും നമ്മുടെ അയൽക്കാരന്റെ ഇടയനാണെന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ്. അത് മറന്നുപോയതിന് ബേസിക്കലി ഒരു ചരിത്രപരമായ കാരണമാണ്. ആ കാരണം നമ്മൾ എന്നും മനസ്സിൽ വെക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഫലത്തെക്കുറിച്ചുള്ള ആ ഫേമസ് വാക്യം 5-ാം അധ്യായത്തിലാണ്. നമ്മൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കണം എന്നുള്ളത് 6-ാം അധ്യായത്തിലാണ്. അങ്ങനെ ഈ 6 അധ്യായത്തിൽ ആദ്യത്തെ 3 അധ്യായങ്ങൾ ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് ദൈവാത്മാവ് അടുത്ത 3 അധ്യായങ്ങളിൽ പ്രായോഗിക ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉപദേശം ഇല്ലാത്ത ജീവിതം അതൊരു വിജാതീയന്റെ ജീവിതവുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. എന്റെ അയലോക്കത്ത് എത്രയോ ആളുകളുണ്ട്, അവർ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കുന്നു. 5 പ്രാവശ്യം നിസ്കരിച്ചതുകൊണ്ട് അവർ രക്ഷ പ്രാപിക്കുന്നു? ഇല്ല. ഉപദേശം ഇല്ല. ഉപദേശം ഇല്ലാതുള്ള ജീവിതം അതൊരു വിശ്വാസിയുടെ ജീവിതമല്ല. എന്നാൽ ജീവിതമില്ലാത്ത ഉപദേശം അതും ഒരു ജീവിതമല്ല. അങ്ങനെയുള്ള കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ആളുകളുണ്ടായിരുന്നു. ജീവിതമില്ല, ഉപദേശമുണ്ട്, പരീശന്മാർ. അപ്പൊ ഉപദേശം ഇല്ലാത്ത ജീവിതം അത് വിജാതീയരെ പോലും, ജീവിതമില്ലാത്ത ഉപദേശം അത് പരീശന്മാരെ പോലെയാണ്. ദൈവവചനത്തിന്റെ ഓരോ ലേഖനം, റോമലേഖനം തൊട്ട് ലാസ്റ്റ് ലേഖനം വരെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഉപദേശത്തിന്റെ കൂടെ
പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് വളരെ എംഫാറ്റിക്കലി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ആ പ്രായോഗിക ജീവിതത്തെ അവഗണിക്കുന്നു. ഉപദേശ വിശുദ്ധി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. കാരണം നമ്മുടെ മനസ്സിലൊക്കെ കിടക്കുന്ന ആ വിഷവിത്ത്, അത് ചെന്നായുടെ ആറ്റിറ്റ്യൂഡാണ്. അത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അതൊന്ന് മാറ്റിവെക്കേണ്ടത് ആവശ്യം. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ നമ്മളിൽ താഴ്മ കടന്നു വരും. ദാസമനോഭാവത്തോടെ, ദൈവവചനം പറയുന്ന വിശ്വാസിക്ക് ദാസമനോഭാവത്തോടെ നാം ജീവിതത്തിൽ നടക്കും. നമ്മുടെ സഭയിലും കുടുംബത്തിലുമുള്ള സഹോദര സഹോദരിമാരെ ഒരു ഇടയന്റെ മനോഭാവത്തോടെ നോക്കും, വീക്ഷിക്കും. ഒരു ഇടയന്റെ മനോഭാവത്തോടെ അവരെ നാം പാലിക്കും. ഗലാത്യ ലേഖനം ന്യായപ്രമാണവും കൃപായുഗം തമ്മിലുള്ള അന്തരം മാത്രമല്ല, കൃപായുഗത്തിൽ നമ്മിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഇടയ മനോഭാവത്തെ കുറിച്ചുകൂടെ പറയുന്നു. ലേഖനങ്ങൾ നമുക്ക് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് തന്നിരിക്കുകയാണ്. ഒരു ഇടയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ഇന്ന് ക്ലോസിങ്ങിന് മുൻപ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, നമ്മിൽ ഓരോരുത്തരും അവരവരുടെ മനോഭാവം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പരിശോധിക്കണം. സഹോദരനായാലും സഹോദരിയായാലും ഇടയന്റെ മനോഭാവം ഉണ്ടോ ഇല്ലയോ? പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിൽ ഇടയന്റെ മനോഭാവം ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.